സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദനെ ഒരു ആത്മാവ് ശല്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നന്ദൻ ഇങ്ങനെ അസ്വസ്ഥതകൾ കാണിക്കുന്നതെന്ന് പൂജാരി പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് ദുർമരണപ്പെട്ട ഒരു ആത്മാവേ ഉള്ളൂ, അത് മറ്റാരുമല്ല നമ്മുടെ മീരയുടെ ആത്മാവ്. മീരയാണെങ്കിൽ നന്ദനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നതുമാണ്. അപ്പോൾ എല്ലാവരും മീരയുടെ ആത്മാവാണ് നന്ദനെ ശല്യം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. പൂജയും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞ് പൂജാരി എല്ലാവരും പോയെങ്കിലും രജനിയും ഗിരീഷും വീട്ടിലുണ്ടായിരുന്നു. അതിനെ ചൊല്ലി വീണ്ടും തർക്കമാകുന്നുണ്ട്. മീരയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മീരയ്ക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുണ്ടാകേണ്ടത് എന്നോട് തന്നെയാണ്. കാരണം ദേവികയും നന്ദനുമായിട്ടുള്ള വിവാഹം നടത്തി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ അവളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യമൊക്കെ എന്തായാലും അവൾക്ക് എന്നോടും കാണും എന്നൊക്കെ പറയുന്ന സമയത്ത് സിദ്ധു പറയുന്നു, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, വിട്ടുകള എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അച്ഛനും മോളും കൂടി തർക്കത്തിലാകുന്നു. ഒടുക്കം നമ്മുടെ ഗിരി പറയുന്നുണ്ട്, ഞാൻ രജനിയെ ചോദ്യം ചെയ്തോളാം, എന്തായാലും അച്ഛൻ ഇതിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ പ്രഭാവതിയും സപ്പോർട്ട് പറയുന്നുണ്ട്. ശരിയാ, ഈ പ്രശ്നങ്ങൾ ഗിരീഷും രജനിയും കൂടി പറഞ്ഞു തീർത്തോളും, സിദ്ധു ഇതിൽ ഇടപെടേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവളുടെ അച്ഛനാ, മകളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കും ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ദേവികയെ MLA ആക്കിയതിന് ശേഷം മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അച്ഛനൊരു സാർത്ഥന എന്നെ MLA ആക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് സഹികെട്ട് സിദ്ധു ആണെങ്കിൽ രജനിയുടെ കവളത്തേക്ക് ആഞ്ഞടിക്കുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗിരീഷിന് രജനിയുടെ സ്വഭാവത്തിൽ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിലും സിദ്ധാർത്ഥൻ സാറ് രജനിയെ കൈവീശി അടിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് എന്തായാലും അച്ഛൻ എൻ്റെ ഭാര്യയെ തല്ലേണ്ട ആവശ്യമില്ലായിരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താൽ മതി. കയ്യൂറ്റം കാണിച്ച് ഒരു പെണ്ണിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പം സിദ്ധുവും പ്രഭാവതി ആകെ വിഷമിക്കുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ടെങ്കിലും ഗിരീഷ് ആണെങ്കിൽ അതിനൊന്നും ചെവി കൊള്ളാതെ വൈകുന്നേരം വരെ വീട്ടിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും അപ്പോഴും തന്നെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. പ്രഭാവതി എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എന്നിട്ട് വീട്ടിൽ വന്ന് രജനിയാണെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിന് ഒരു നന്ദിയൊക്കെ അറിയിക്കുന്നെങ്കിലും നിൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ കൈയില്ലാത്ത ഒരു വാടക കൈ മേടിച്ചെങ്കിലും തല്ലിപ്പോകും എന്നൊക്കെ ഗിരീഷ് ഷോക്കായി പറയുന്നത് കേട്ടിട്ട് രജനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അമ്മയോട് അതിൻ്റെ പരിഭവമൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എന്തായാലും ദേഷ്യത്തോട് അവളോട് സംസാരിക്കുന്നത് ശരിയല്ല, എന്തൊക്കെ പറഞ്ഞാലും നീ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണാ അവൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും സ്നേഹത്തോടെ നീ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭർത്താവ് സ്നേഹത്തോടെ ഭാര്യമാരെ അനുസരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ള ഭാര്യമാർ തീർച്ചയായിട്ടും അത് ചെവികൊള്ളും. കാലക്രമേണ ആ പ്രശ്നങ്ങൾ ഭർത്താവിന് ഇഷ്ടമുള്ള രൂപത്തിൽ പരിഹരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ ഇനി സ്നേഹത്തിൻ്റെ മാർഗ്ഗത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷ് ആണെങ്കിൽ രജനിയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പോകുന്നു. അമ്പിലും വിളിയിലും ആദ്യം നമ്മുടെ രജനി കേൾക്കുന്നില്ല എങ്കിലും ഗിരീഷ് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് അല്പം ശ്രദ്ധ കൊടുക്കുന്നു. അങ്ങനെ ഗിരീഷ് പറയുന്നു, എനിക്ക് നിന്നോട് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, നിൻ്റെ കുറച്ച് നാൾ കൊണ്ടുള്ള പെരുമാറ്റം ശരിക്കും പറഞ്ഞാൽ അച്ഛനെയും അമ്മയൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട്. സഹി കെട്ടിട്ടായിരിക്കും സാറ് നിന്നെ തല്ലിയത്, എങ്കിലും തല്ലാൻ പാടില്ലായിരുന്നു, തല്ലിയതിനെ ന്യായീകരിക്കുമല്ല. എങ്കിലും രജനി ഒന്ന് ആലോചിച്ച് നോക്ക്, അടുത്തിടെയായിട്ട് നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമില്ലേ. അമ്മയ്ക്കെതിരെ ദേവി മത്സരിച്ചു എന്നതിനപ്പുറം പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ ദേവി ചെയ്തേ എന്നൊക്കെ ചോദിക്കുമ്പം പതുക്കെ രജനിയാണെങ്കിൽ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. താനൊന്ന് മനസ്സിരുത്തി ആലോചിക്കണം, താനിങ്ങനെ ഉടക്കി നിൽക്കുന്നതിൻ്റെ പേരിൽ ചന്ദ്രോത്ത് വീട്ടിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഗിരി പറയുന്നത് കേട്ടിട്ട് രജനി പറയുന്നു, എനിക്കറിയാം അടുത്തിടെ ഞാൻ എല്ലാവരോടും ഇത്തിരി കയർത്താണ് സംസാരിക്കുന്നത്, പക്ഷേ ദേവി ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാതെ ഇലക്ഷന് മത്സരിച്ചതും പിന്നെ MLA ആയതിനു ശേഷം എൻ്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ പറഞ്ഞ് കോൾ വിളിച്ചിട്ട് എടുക്കാഞ്ഞതും പിന്നെ ഗിരിയുടെ കുഞ്ഞമ്മയുടെ മകളുടെ ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ എന്നെ അപമാനിച്ചതൊന്നും എനിക്ക് മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ദേഷ്യം എനിക്ക് അവളോട് ഇപ്പോഴും മാറാത്തത് എന്നൊക്കെ പറയുമ്പോൾ താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ മാറും. ദേവിക അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ടെന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ഋഷിയെ കാണാത്തതിൻ്റെ പേര് അരുന്ധതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തതറിഞ്ഞ ദേവികയാണെങ്കിൽ രാത്രി DYSPയെ വിളിക്കുന്നുണ്ട്. ഋഷി എന്ന് പേരുള്ളൊരു ചെറുപ്പക്കാരനെ കാണാത്തതിൻ്റെ പേര് അരുന്ധതി എന്ന് പറയുന്നൊരു മേഡം കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും അതിൻ്റെ ഫോളോ അപ്പ് എന്താ എന്ന് ചോദിക്കുമ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ മേഡത്തെ അറിയിക്കാമെന്ന് പറയുമ്പം എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടെത്തണം,
ഇതിൻ്റെ പിന്നിൽ ആര് തന്നെ ആയാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊക്കെ ദേവിക പറയുമ്പം ഓക്കെ മേഡം അതുപോലെ തന്നെ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദു ആണെങ്കിൽ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദുവിന് അത് കേൾക്കുമ്പോഴത്തേക്കും കുറ്റവാളി ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിയാകുന്നു. നന്ദു ആണെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നം കാണുക നന്ദുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോലീസുകാർ വരുന്നു. പോലീസ് ജീപ്പിൻ്റെ സൗണ്ട് കേട്ട് പുറത്തേക്ക് വരുന്ന സിദ്ധു പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, നിങ്ങളുടെ മകനില്ലേ നന്ദൻ? ഉണ്ട്, അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, അവനെ ഇങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് പറയുമ്പം സിദ്ധു ചോദിക്കുന്നുണ്ട് എന്തിന്. അപ്പം പോലീസുകാർ പറയുന്നുണ്ട് ഇതുപോലെ ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാതായതിൻ്റെ പിന്നിൽ നന്ദനാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു, അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേന്ന് പറഞ്ഞ് പോലീസ് കോൺസ്റ്റബിൾസ് ആണെങ്കിൽ നന്ദൻ്റെ റൂമിലേക്ക് ചെന്ന് നന്ദനെ ബലമായി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് പ്രഭാവതി അവരോട് പറയുന്നുണ്ട്, സാർ പ്ലീസ് പറയുന്നതൊന്ന് കേൾക്ക്, ഒന്നും കേൾക്കണ്ട, ഋഷിയെ കൊന്ന ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ സ്വപ്നത്തിൽ കണ്ട് അലറി വിളിച്ച് കരയുന്നുണ്ട്. എന്നാലും ദേവിക ചോദിക്കുമ്പം വ്യക്തമായിട്ട് കാര്യം പറയില്ല.